തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് രംഭ. ഗ്ലാമറസ് നടിയായി തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ രംഭ ഹിന്ദി, ഭോജ്പൂരി ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവ്, ക്രോണിക് ബാച്ചിലർ എന്നിവയാണ് രംഭയുടെ മലയാള ഹിറ്റ് സിനിമകൾ. വിവാഹശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിദേശത്താണ് രംഭ ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോഴിതാ സിനിമാ രംഗത്ത് സജീവമായിരുന്ന കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് രംഭ. ഞാൻ VIP എന്ന സിനിമ ചെയ്യുമ്പോൾ സിമ്രാൻ പുതിയ നടിയാണ്. പക്ഷെ ഞങ്ങൾക്കിടയിൽ അസൂയ ഉണ്ടായിട്ടില്ല. എന്നാൽ മത്സരമുണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല വസ്ത്രം ധരിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ. പക്ഷേ ഇൻഡസ്ട്രി വളരെ വലുതാണ്. എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അവർ എൻ്റെ സ്ഥാനം കൈക്കലാക്കുകയോ ഞാൻ അവരുടെ സ്ഥാനം കൈക്കലാക്കുകയോ അല്ല. ഡാൻസ് നന്നായി ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു. എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തോഷവതിയാണ്. കരിയറിൽ സജീവമായ കാലത്ത് പലയിടത്തായിരുന്നു ഷൂട്ടിംഗ്. ഒരു സിനിമ തമിഴ്നാട്ടിലാണെങ്കിൽ മറ്റു സിനിമകൾ ബോംബെയിലും ഹൈദരാബാദിലുമായിരുന്നു. എൻ്റെ സ്റ്റാഫുകൾ അവരുടെ ജീവിതത്തിൻ്റെ പകുതിയും എന്നോടൊപ്പമുള്ള യാത്രയിലായിരുന്നു. അന്ന് മേക്കപ്പ് മാൻ്റെയും മറ്റു യാത്രാ ചെലവുകൾ പ്രൊഡക്ഷൻ വഹിക്കില്ല. ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. പാവം എൻ്റെ സ്റ്റാഫുകൾ ട്രെയിനിലായിരിക്കും. അവർ സെറ്റിലെത്തുന്ന ദിവസം വരെ പകരം മറ്റൊരു മേക്കപ്പ് മാനെ അവർ തന്നെ അറേഞ്ച് ചെയ്യും. അപകടമുള്ള സ്ഥലങ്ങളിലൂടെയാണ് യാത്രയെങ്കിൽ അവരെ ഞാൻ തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമായിരുന്നു എന്നും രംഭ ഓർത്തു. ഒരു ഭാഷയിൽ മാത്രം ഞാൻ നിന്നിട്ടില്ല. തമിഴിൽ സിനിമ ഇല്ലെങ്കിൽ മലയാളത്തിലുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലുണ്ടാകും. അതിനാൽ മറ്റു നടിമാരോട് അസൂയ തനിക്കില്ലായിരുന്നു എന്നും രംഭ വ്യക്തമാക്കി. 3 റോസസ് എന്ന സിനിമ നിർമ്മിച്ചതിനെക്കുറിച്ചും രംഭ സംസാരിച്ചു. ആ സിനിമ തെറ്റായ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് ആസ്വദിച്ചു. ആരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ, വെൽ വിഷേഴ്സ് എന്നൊക്കെ ആ സിനിമയിലൂടെ എനിക്ക് മനസ്സിലായി. ഗോവിന്ദയും അബ്ബാസും 1 രൂപ പോലും സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയില്ല. സിനിമയുമായി സഹകരിക്കാത്ത ആളുകളുമുണ്ടായിരുന്നു. നല്ലതും മോശവുമായ അനുഭവങ്ങൾ 3 റോസസിലൂടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. സിമ്രാൻ, ജ്യോതിക, ലൈല എന്നിവരായിരുന്നു നായികമാർ. പെട്ടെന്ന് സിമ്രാൻ പിന്മാറി. എന്തുകൊണ്ടാണെന്നറിയില്ല. സിമ്രാൻ പിന്മാറിയതോടെയാണ് 3 റോസസിൽ നായികയായി താൻ എത്തിയത്, രംഭ വ്യക്തമാക്കി. 2008-2009 കാലഘട്ടത്തിൽ ഞാൻ ഭോജ്പൂരി സിനിമകളിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവിടെ പ്രശസ്തയായി. ഒരുപാട് അവസരങ്ങൾ വന്നു. എല്ലാം ചെയ്യാൻ പറ്റിയില്ല. ഇതിനിടെയാണ് വിവാഹകാര്യം വന്നത്. തീർച്ചയായും കരിയറിൽ ഒരു സമയത്ത് താഴ്ചയുണ്ടാവും. ഇതിനിടെ നാച്ചോരെ രംഭ എന്ന ഷോ ചെയ്തു. ഒരുപക്ഷെ കരിയറിലെ മോശം സമയമായിരുന്നിരിക്കാം. വിവാഹശേഷം ഒരു സിനിമകളിലും ഒപ്പുവെച്ചില്ല, രംഭ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ എന്നെ ടാഗ് ചെയ്യുന്ന പോസ്റ്റുകളെല്ലാം കാണാറുണ്ട്. എനിക്ക് അഡ്മിൻ ഇല്ല. ഞാൻ തന്നെയാണ് നോക്കുന്നത്. മോശമായ എന്തെങ്കിലും പോസ്റ്റ് വന്നാൽ ഡിലീറ്റ് ചെയ്യും. കാരണം എൻ്റെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം നോക്കാറുണ്ട്, രംഭ പറഞ്ഞു. ഒരു സിനിമയിലെ അനുഭവം കൂടി നടി പങ്കുവച്ചു. വണ്ണനിലാവേ എന്ന സിനിമയിൽ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. അത് ഡ്യൂപ്പിനെ വെച്ച് എടുത്തതാണെന്ന് ആ സിനിമയുടെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ കൈയും കാലും കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും. മരത്തിൽ നിന്നും ഒരു കയറിൽ തൂങ്ങിപ്പിടിച്ച് മറുവശത്തേക്ക് തൂങ്ങിപ്പോകണം. അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ബീച്ചിൽ ഓടുന്ന ഹെലികോപ്റ്റർ വെച്ചെടുത്ത ഷോട്ട് ഡ്യൂപ്പാണ്. പക്ഷേ പ്രധാന ഭാഗങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് രംഭ വ്യക്തമാക്കി.